ലീഡർഷിപ്പിൻ്റെ നേതൃത്വ പാഠവത്തിൻ്റെ പല വശങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ചില എലിമെൻറ്റ്സൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. നമ്മളിതിൽ ഒരു വളരെ വിശിഷ്യ രീതിയിലുള്ള ഒരു നേതൃത്വ പാഠവത്തിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയും. ഇപ്പോൾ പല കാര്യങ്ങളിലും ഈ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ആ സിറ്റുവേഷനെ പ്രതിനിധീകരിക്കാൻ, അല്ലെങ്കിൽ സിറ്റുവേഷനെ പ്രതികരിക്കാൻ, അല്ലെങ്കിൽ സിറ്റുവേഷനെ ഡിഫെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്ന ഒരു പാഠവുമാണ്. ഒരു 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 സ്കില്ലിന് അതീതമാണ്. ഇറ്റ്സ് എ ടാലൻറ്റ്, ഒരു പ്രതിഭയാണ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ദിനേഷ് തമ്പി സാറുമായിട്ട് സിറ്റുവേഷണൽ ലീഡർഷിപ്പിനെ പറ്റി സംസാരിക്കാം. സർ, ഈ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് മീൻ ചെയ്യുന്നത്? ബേസിക്കലി ആ ഒരു നോർമൽ വർക്ക് റൊട്ടീൻ ഓർ ഷെഡ്യൂൾ ഇതൊന്നും അല്ലാതെ സംതിങ്, ഇറ്റ് ക്യാൻ ബി ഈവൻ എ ക്രൈസിസ്, ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ മേജർ ക്രൈസിസ്, ലൈക്ക് ഫ്ലഡ്സ് ആവാം, ഇപ്പം കോവിഡ് വന്നു, ആ ലെവലും ആവാം. അതർവൈസ് മേ ബി ഇൻ ഓഫീസിലും ഒരു സിറ്റുവേഷൻ വന്നു. ഇതിൽ മെയിനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, even if like we are like an empathy leader with empathy relationship എല്ലാം ആണെങ്കിലും at that point you should have that command and control. Yes. അവിടെ വന്നിട്ട് and democracy will not work. You have to take that charge, manage that situation, give whatever direction, whether it's somebody take control, take control, and also give instruction. Then there is no guidance and all. Avada guidance um advice valla, not even suggestion. This is the thing. You can get inputs from all the people in a discussion, but finally you make a call and stick to the call and ensure that the decision made is executed. അതിലിപ്പോൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഈ ഫ്ലഡ്സ് വന്നപ്പോൾ, ഇൻഫാക്ട് ദാറ്റ് ഡേ August 15th ആണ് 2018, ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം 2018. സോ ഹാപ്പൻഡ് എൻ്റെ ബർത്ത്ഡേ ആണ്. വെരി ഗുഡ്. സോ സാർ ശരിക്കും സ്വാതന്ത്ര്യം. അപ്പോൾ അന്ന് ഞങ്ങൾ ഓഫീസിൽ വി ഹാവ് ദിസ് ഫ്ലാഗ് ഹോസ്റ്റിംഗ്. ഇപ്പോൾ രാവിലെ പോയി, മഴയുണ്ടായിരുന്നു അന്ന്, ആകെ അത്യാവശ്യം നല്ല മഴയായിരുന്നു. വി ഹാവ് ടു ചേഞ്ച് ദ ലൊക്കേഷൻ ഓൾസോ. എന്നിട്ട് മാറ്റി അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ്, അപ്പം ഈ ബർത്ത്ഡേ ആയതുകൊണ്ട് ദേവിൽ എല്ലാ August 15th ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും ഉണ്ട്. അപ്പം വരുന്ന ഹൂമവർ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി, മഴ ശക്തമായി തുടങ്ങി. അപ്പം മൈ HR ഹെഡ് കോൾ മീ. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെയാണ്, വി സെഡ് ലൈക്ക് അങ്ങനെ. ഞാൻ പറഞ്ഞു ലെറ്റ്സ് ഗോ ടു ഓഫീസ് ബാക്ക്. അന്നത്തെ അഡ്മിൻ ഹെഡ് ഞങ്ങളെല്ലാം അവിടെ പോയി. വി ക്രിയേറ്റഡ് എ കമാൻഡ് സെൻറ്റർ. ആൻഡ് കമാൻഡ് സെൻറ്റർ ഫ്രം 15th August 2 മണിക്ക് തുടങ്ങിയത് ഒരാഴ്ച August 22nd വൈകുന്നേരമാണ്, or towards evening ആണ് ഞങ്ങളത് ക്ലോസ് ചെയ്തത്. And we created a number, whatever is needed, everybody will put suggestions, but finally, okay, do this, do that, and you have to take charge of that situation. And at that time, one of the things I observed is everybody will look up to you. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആലോചിക്കാം, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. സംടൈംസ് യു മേക്ക് എ കോൾ, ഇറ്റ് മേ വർക്ക്, ഇറ്റ് മേ നോട്ട് വർക്ക്, ബട്ട് യു ഹാവ് ടു മേക്ക് ദാറ്റ് കോൾ. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇന്ന പോലെ വന്നു. അതിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും കോൾ എടുത്തു. മെനി കോൾസ് ഐ ഓൾസോ എടുത്തു. കാരണം ഞങ്ങളൊരു നമ്പർ എടുക്കുന്നത് ശരിക്കും എവിടെ വരികയാണ്. അല്ല, ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഇടയിൽ ഞങ്ങളൊരു നമ്പർ, ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പർ പബ്ലിസൈസ് ചെയ്തു ത്രൂ ലൈക്ക് മാസ്കോം, മെയിൽ, എവരി മീഡിയ. പക്ഷേ സാറ് പറഞ്ഞാൽ ശരിയാണ്, കുറച്ച് കഴിയുമ്പം അടുത്ത് നിൽക്കാൻ വീട്ടുകാർ ചോദിക്കും, ഇത് ആരെയാണ് വിളിക്കുന്നത്, ആ നമ്പർ എനിക്ക് കൂടെ തരും. അതുതന്നെ ഞങ്ങൾക്ക് കോള് കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു വീട്ടിൻ്റെ മേളിൽ, ആ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലോ അവിടുത്തെ അതുപോലത്തെ വീടാന്ന് തോന്നുന്നു, പല ഫാമിലീസ് മേളിൽ കയറി നിൽക്കുക, 10-40 പേര്. അവിടെ നിന്ന് കോള് വന്നു. എനിവേ, എന്താ കോൾ കംസ്, യു ഡോണ്ട് ഹാവ് എ ചോയ്സ്. ഇത് ഞങ്ങളുടെ പണിയല്ലെന്ന് പറയാൻ പറ്റില്ല. വി ആർ നോട്ട് യുവർ സപ്പോർട്ടീവ് ഫാക്ടർ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ അതുപോലെ അന്നത്തെ പിന്നെ ആ കണക്റ്റ് വെച്ചിട്ട് അഗെയിൻ റിലേഷൻഷിപ്പ് വർക്ക്സ്. അന്നത്തെ നേവിയിലുള്ള ആൾക്കാരെ അറിയായിരുന്നു, അവരെ വിളിച്ച് പറഞ്ഞു, ദേ വർ സേവ്ഡ്, അവരെ സേവ് ചെയ്തു. ബട്ട് എനിക്കും അന്ന് രാത്രി ഒരു 11 മണിയായപ്പോൾ ഒരു കോള് കിട്ടി ആറന്മുളയിൽ നിന്നാണ്. അപ്പോൾ ഈ ദിസ് എ ലേഡി അസോസിയേറ്റും അമ്മയും സിസ്റ്ററിൻ്റെ കുഞ്ഞും ഒരു സിംഗിൾ സ്റ്റോറീഡ് ബിൽഡിങ്ങാണ്, വെളിയിൽ കൂടെ പടിയുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ കയറി നിൽക്കുക, വെള്ളം പൊങ്ങി വരിക. ആണുങ്ങളാരും, ഇദ്ദേഹത്തിൻ്റെ ഫാദറും ചേച്ചിയുടെ ഹസ്ബൻഡും ഒന്നും വീട്ടിലില്ല. അപ്പോൾ ഒരു ലൈക്ക് ഞങ്ങളത് പറയുന്നുണ്ട്, വി ഹാവ് ഗിവൺ, ഞങ്ങളുടെ കണക്ട്സ് വെച്ച് അവർ ഈ ഗൈഡൻസും എല്ലാം കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ പോയി. ദെൻ വി റിയലൈസ് ഈ കുട്ടിയുടെ പോയി. പിന്നെ ഈ കുട്ടി ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ അസോസിയേറ്റിനെ 4 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ വി ഡോണ്ട് നോ വാട്ട് ടു ഡു. പക്ഷേ അത് ആലോചിച്ചിരുന്നാലും പറ്റില്ല, ദർ ആർ ലോട്ട് ഓഫ് കോൾസ് കമ്മിങ്. അപ്പോൾ കോൾ വരുമ്പോൾ ഇന്ന സിറ്റുവേഷൻ വരുമ്പോഴും പീപ്പിൾ വിൽ ആസ്ക് വാട്ട് ടു ഡു.
they may take their own calls, but then when it comes to a situation, you have to be in charge. അവിടെ ഈ പറയുന്ന പോലെ ഇറ്റ് ഈസ് കൺട്രോൾ വെദർ ലൈക്ക് യു ഞാനൊരു ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് വേർഷൻ എന്ന് ചോദിക്കട്ടെ. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ അതിനകത്ത് തന്നെ മാറുന്ന ഒരു ലീഡർഷിപ്പിനെ പറ്റിയാണ് ചോദ്യം. ഉദാഹരണം, ഒരു പ്ലെയിൻ കുറേ പാസഞ്ചറായിട്ട് സഞ്ചരിക്കുന്നു, പ്ലെയിൻ തകരുന്നു, കുറേ പേര് എല്ലാം കൂടി പർവ്വതത്തിൻ്റെ മുകളിൽ വന്ന് വീഴുന്നു. ഓക്കെ, അപ്പോൾ പൈലറ്റ് ഡെഡ്. അപ്പോൾ അതിനകത്തൊരു ആർമി ഓഫീസർ പറയുന്നു, ഇത് ലെറ്റ് us ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. അപ്പോൾ ആ ഗെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്ന പണ്ട് കംപ്ലീറ്റ് കൺട്രോൾ ആ ആർമി ഓഫീസർ ഏറ്റെടുത്തു. അപ്പോൾ ഒരു ചാടി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കുറേ പേര് ഇഞ്ചേർഡ് ആയി. ഭാഗ്യത്തിന് അതിനകത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ സഡൻലി ബിക്കെയിം ദ സിറ്റുവേഷൻ ലീഡർ ഫോർ ടേക്കിംഗ് കെയർ ഓഫ് ദ. ഓക്കെ, അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇനി ഇത് പർവ്വതത്തിന്റെ മുകളിലാണ്, എത്രയോ സഞ്ചരിച്ചാൽ മാത്രമേ താഴെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഈ ട്രാവൽ ഗൈഡ് അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫി അറിയാവുന്ന വ്യക്തി പറഞ്ഞു, ഐ വിൽ ലീഡ് യു ദ വേ. ഞാനിത് മുമ്പ് കണ്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ പണ്ട് ക്ലൈംബിങ്ങിന് വന്നിട്ടുള്ളതാണ്, നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ എത്താൻ സാധിക്കും. അപ്പോൾ ഒരേ ലെവലിൽ തന്നെ ഒരു ഇൻസിഡന്റിന്റെ അകത്ത് തന്നെ ഒരു 3 or 4 സിറ്റുവേഷൻ ലീഡർഷിപ്പ് എമർജ് ചെയ്യുന്ന നമ്മൾ കഥയാണ് കാണുന്നത്. ഇതിനെ നാളെ സാർ നേരത്തെ പറഞ്ഞു, അതായത് ഒരു സിറ്റുവേഷൻ എമർജ് ചെയ്തു, ആ സിറ്റുവേഷൻ നമ്മൾ ധൈര്യത്തോടെ ലീഡ് ചെയ്യുന്നു. പക്ഷെ ആ ലീഡ് ചെയ്യുമ്പോഴത്തേക്ക് അഭിപ്രായങ്ങൾ ചോദിക്കുന്നു, ബട്ട് യു ടേക്ക് എ കോൾ, അതായത് ലീഡർ ടേക്സ് എ കോൾ. മറ്റത് വരുന്നു, ഒരു സിറ്റുവേഷനിൽ മൾട്ടിപ്പിൾ സിറ്റുവേഷൻ, ദാറ്റ് ഈസ് സബ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു, അതിനെ ലീഡ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാകുന്നു. ഇത് രണ്ടും സിറ്റുവേഷൻ ലീഡർഷിപ്പിന്റെ ഉദാഹരണമായിട്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ ഫ്ലഡ്സ്, ഞങ്ങൾ ഈ കമാൻഡ് സെൻറ്ററിൽ ഒരു കോൺഫറൻസ് റൂമിൽ ഇരിപ്പുണ്ട്, ബട്ട് വി കനോട്ട് ഡു എനിത്തിങ് ബിക്കോസ് ഔട്ട്സൈഡ് സിറ്റുവേഷൻ ഇസ് വെരി ബാഡ്. അതും വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക, മഴ നിൽക്കുന്നുമില്ല. അപ്പം വാട്ട് വി പ്രൊവൈഡ് ദാറ്റ് ഇൻസ്ട്രക്ഷൻസ് ഓർ ദ ആൻഡ് യു കണക്ട് വിത്ത് ലൈക്ക് ഹൂമർ പോലീസ് എല്ലാവരുമായിട്ട്. ഞങ്ങൾക്ക് അന്നൊരു സെക്യൂരിറ്റി കൺസൾട്ടൻറ്റ് ഉണ്ടായിരുന്നു, പുള്ളിയാണ് ആദ്യത്തെ സൈബർ സെക്യൂരിറ്റി സെല്ല് തുടങ്ങിയത് കേരള പോലീസിൽ. സോ ഹി ഹാസ് ദാറ്റ് കണക്ട്സ്. അപ്പോൾ അത് വരുമ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ എനിവേ പോലീസ് ഓർ ഫയർഫോഴ്സ് ദെയർ ഓൺ ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇൻഫാക്ട് ലൈക്ക് ഞങ്ങളുടെ ഒരു അസോസിയേറ്റിൻ്റെ സീനിയർ അസോസിയേറ്റിൻ്റെ പാരൻസ് അവർ ആ ഏരിയയിൽ നിന്ന് അവിടെ മുഴുവൻ വെള്ളം, ഒരു വീടുണ്ട് ഒരു കുന്നിൻ്റെ മേളിൽ, അവിടെ പോയി ഇരിക്കുക. അപ്പോൾ ഇതിൽ അവിടെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയപ്പം ഈ ഐ തിങ്ക് ഹീ ഈസ് എ വെരി സീനിയർ പോലീസ് ഓഫീസർ. അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ച് പറയുന്നുണ്ട്, ഇത് ഉണ്ട്, അങ്ങോട്ട് പോകാനേ പറ്റില്ല, നിങ്ങൾ ഇച്ചിരിയുടെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ചെയ്യായിരുന്നു. ദാറ്റ് ഈസ് വൺ തിങ് യു ക്യാൻ സേ അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ദെയർ ഡ്യൂട്ടി, അത് അതിൽ ഉള്ളതാണെന്ന് പറയാം. ഇൻ അവർ കേസ് ഞങ്ങളുടെ ഓൾമോസ്റ്റ് 1500 അസോസിയേറ്റ്സ് വേർ ഇൻ ഡിഫറെൻറ്റ് ഷെൽട്ടേഴ്സ് സപ്പോർട്ടിങ് ദിസ് സർവീസ്, ഗിവിങ് സർവീസ്, ഇതുപോലെയല്ല. അപ്പം ഞങ്ങൾക്ക് വന്ന ഒരു അഡ്വാൻറ്റേജ് സാർ ഈ പറഞ്ഞതല്ല. അപ്പം ഇത് മീൻ സംബഡി സിറ്റിംഗ് ഇൻ US കോൾഡ് അപ്പ് ആൻഡ് ടോൾഡ് അവരുടെ പാരൻസ് എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് എളുപ്പമുണ്ട്, കാരണം അങ്ങനെ നോക്കുമ്പോൾ ദിസ് പർട്ടിക്കുലർ അസോസിയേറ്റ് or the team, UC College was one of the major camp. അവിടെ വിളിച്ചു പറഞ്ഞാൽ at that point he or she will run around and figure out and tell ഈ ആളിവിടെ ഉണ്ട്, അല്ലെ അവർ പറയും ഇവിടെ ഇതാണ് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് എ കാസ്കേഡിങ് എഫക്റ്റ് ആണ്. അപ്പോൾ അത് ദാറ്റ് ഓൾസോ ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. ഈ പറയുന്ന ആൾക്കാരൊന്നും നമ്മളാരും കാണാത്ത ഒരു സാധനമാണ് അന്ന് അത്രയും ഫ്ലഡ് ഉണ്ടായത്. But everywhere it really brought out that character in or the leadership character. Situation leadership in oru bhayangaramaya oru character vedam, because I think it is an aspect of character that defines situation leadership. Because എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. കാരണം ലൈക്ക് ഈ ഒരു കമാൻഡ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദിസ് ടീം വിൽ ഡു വാട്ട് എവർ ദേ ഫീൽ ലൈക്ക് ഡൂയിങ്. അപ്പോൾ അത് പല രീതിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് വരും. അപ്പോൾ ആ സിറ്റുവേഷനിൽ യു ഹാവ് ടു ടേക്ക് ദാറ്റ് കോൾ. അപ്പോൾ ആ ഒരു ലൈക്ക് ആട്രിബ്യൂട്ട് അത് ആ റോള് കഴിയുമ്പം then it's gone. Then Monday morning you cannot come and kick and scream at. In this process you can to get that work done you can talk to anybody in any whichever way. അത് ചിലപ്പോൾ അത് ഹാർഷ് ആയിരിക്കാം, സ്റ്റേൺ ആയിരിക്കാം, അഫർമേറ്റീവ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് വി ഹാവ് ടു ഡു. അതിൽ ഇത് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. ലൈക്ക് വൺ ഓഫ് ദ പ്രോജക്ട് ലീഡർ കെയിം ആൻഡ് ടോൾഡ് ഇത് ഇങ്ങനെയാണ്, അതിപ്പോൾ എങ്ങനെ ചെയ്യും പറഞ്ഞ് കൂടുതൽ ആലോചിക്കേണ്ട, ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു, ഗോ ആൻഡ് ഡു, ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ പറ, ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് പറയേണ്ടി വരും. പക്ഷേ ഇതിൽ ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മൾ ഏറ്റെടുത്തു. ഓക്കെ, നമ്മൾ ആ കറേജ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ നമുക്കുള്ളത് കൊണ്ട്, ആ കറേജും കൺവിക്ഷനും ഉള്ളതുകൊണ്ട് നമ്മൾ ആ സിറ്റുവേഷൻ ഏറ്റെടുത്തു. വളരെ ട്രൈയിങ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ നമ്മളപ്പോൾ ഒരു തീരുമാനം അത് ശരിയായിരുന്നില്ല, അതുകൊണ്ടൊരു ട്രാജഡി കൂടുകയോ അല്ലെങ്കിൽ ട്രാജഡി ഉണ്ടാവുകയോ ചെയ്തു.
അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് നമ്മൾ, ആ ഒരു ഉത്തരവാദിത്വം എങ്ങനെയാണ് നമ്മൾ? ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ യു ടേക്ക് ലൈക്ക് ദാറ്റ്സ് വാട്ട് വെൻ യു മേക്ക് എ ഡിസിഷൻ, ഇറ്റ് നോട്ട് ലൈക്ക് യു മേക്ക് എ ഡിസിഷൻ ആൻഡ് ലീവ് ഇറ്റ്, യു ഓൺ ദാറ്റ് ഡിസിഷൻ. യു ആർ റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ഫോർ ദാറ്റ് ഡിസിഷൻ യു മെയ്ഡ്. അതിപ്പോൾ സാറ് പറഞ്ഞ പോലെ അത് ചിലപ്പം എല്ലാ ഒക്കേഷനിലും അത് ഫലപ്രദമായി ഒരു ഔട്ട്കം ഉണ്ടായിക്കോണമെന്നില്ല. ഇൻ ദാറ്റ് കേസ് യു ടെൽ. പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഗിൽറ്റി എന്ന് പറയാൻ പറ്റുമോ? അല്ലല്ലോ, അദ്ദേഹം ആ സിറ്റുവേഷൻ എടുത്ത വ്യക്തിയാണ്, ഏറ്റെടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് ഓഫ് കൺവിക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട്, അദ്ദേഹത്തിന് ആ ക്യാരക്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്താണ്. പക്ഷെ അപ്പോൾ എടുത്ത ഒരു തീരുമാനം ശരിയായി ഭവിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ആജീവനാന്തം ആ ഒരു കുറ്റബോധം കൊണ്ട് നടക്കാം. അതിൽ ദാറ്റ് ഈസ് അനദർ ആട്രിബ്യൂട്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഇഫ് ഐ ക്യാൻ ഡിഫൈൻ ഇറ്റ്സ് ആൻ ആട്രിബ്യൂട്ട്, ആ ഒരു ഗിൽറ്റി ഫീലിംഗ് വരാൻ പാടില്ല. ബിക്കോസ് യു മെയ്ഡ് എ ഡിസിഷൻ, വാട്ട് എവർ hook or crook it didn't went well. You go and say, you can apologize, say or like do something to at least salvage that situation. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട അതാണ്. അപ്പം ഞാനത് ചെയ്യണ്ടായിരുന്നെന്നും പറഞ്ഞിരുന്നാൽ then you will sit there. By the time this thing will get more worse. എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നതിനേക്കാളും തെറ്റാണെങ്കിലും ചെയ്യുന്നതിനാണ്. ആൻഡ് അഗൈൻ വൺ ഓഫ് ദ തിങ്സ് ഇസ്, നമ്മൾ എത്രയൊക്കെ പോയിന്റേഴ്സ് ആരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് ചെയ്താലും ഓൾവേസ് ദാറ്റ് ഡിസിഷൻ മേ നോട്ട് ഗോ റൈറ്റ്. അപ്പം അങ്ങനെ വരുമ്പം പോയി പറ്റിയെന്ന് അറിഞ്ഞാൽ, ഇഫ് യു ക്യാൻ ഡു എ കറക്റ്റീവ് ഫാക്ടർ, കറക്ഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ ചെയ്യുക. ഇല്ലെങ്കിൽ അതവിടെ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു. ദെൻ ഗോ ടു മീറ്റ് ദം ഇൻ പേഴ്സൺ ഓർ വാട്ട് എവർ ആൻഡ് സേ ദിസ് വാസ് ദ തിങ്. ആ ഒരു ഇതിൽ ഞാൻ എടുത്തു, ഇതിങ്ങനെ പറ്റിപ്പോയി. ലൈക്ക് അപ്പം ഞാൻ കാണുന്ന ചില കേസ്, ഉദാഹരണം ഇപ്പോൾ ചില കേസുകളിൽ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ ക്രിട്ടിക്കലായിട്ട് കൊണ്ടുവരുന്നു. ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ കൊല്ലാൻ ശ്രമിക്കില്ല. ഏത് ഡോക്ടർ ആയാലും ഒരു ഡോക്ടർ പേഷ്യൻറ്റിനെ സേവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആ ഡോക്ടർ ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ കൂടി അദ്ദേഹത്തിന് രക്ഷപ്പെട്ടില്ല, മരിച്ചു പോയിരിക്കട്ടെ. അപ്പം ഈ വരുന്ന കൂടെ നിൽക്കുന്ന റിലേറ്റീവ്സും ബന്ധുക്കളും ബാക്കിയുള്ളവരും അദ്ദേഹത്തിന് ദോഷിയായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ഇതുകൊണ്ടാണ് തെറ്റുപറ്റിയത് കൊണ്ടാണ് തെറ്റായത് കൊണ്ടാണ് ഇത് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഒരു 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 കൾപ്രിറ്റായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും കാണുന്ന കേസുകൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾ, അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക? ആ സിറ്റുവേഷനിൽ വൺ ഓഫ് ദ തിങ്സ് ഇത് കഴിഞ്ഞാൽ ദെൻ അറ്റ്ലീസ്റ്റ് മൈ വ്യൂ ഈസ് അത് ഡിലേ ചെയ്യരുത്. ലൈക്ക് ഇത് കഴിഞ്ഞ ഇപ്പം നോർമലി പറ്റിപ്പോകുന്ന അബദ്ധം പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു അബദ്ധം പറ്റി, ലൈക്ക് വാട്ട് എവർ ഹാപ്പൻഡ് ഓർ നോട്ട് ഈവൻ എ മിസ്റ്റേക്ക് ഇൻ ദ നോർമൽ പ്രോസസ്, ആളെ സേവ് ചെയ്യാൻ പറ്റിയില്ല. ദെൻ ഇമ്മീഡിയറ്റ്ലി കൺവേ ദാറ്റ് മെസ്സേജ്. ഇവര് അതിന് പിന്നെ അത് സേവ് ചെയ്യാനും അത് ആ ടൈം പൊളിറ്റിക്കിംഗ് വരുന്നത് കൊണ്ടാകാം. അതായത് ആ സ്ഥാപനം, ആ ഹോസ്പിറ്റൽ പേഷ്യന്റ് മരിച്ചത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ചെയ്തു എന്നിട്ടും രക്ഷപ്പെട്ടില്ല എന്ന് പറയാൻ വേണ്ടി. ബൈ ദ ടൈം സംബഡി വിൽ ഗോ ഔട്ട് ആൻഡ് ടെൽ, അത് ഇതായപ്പെട്ടു, ലൈക്ക് ദ റീസൺ സംബഡി വിൽ. എനിക്ക് തോന്നുന്നു ആ കറേജ് ഓഫ് കൺവിക്ഷൻ എക്സ്പ്രസ് ചെയ്യേണ്ട സ്ഥലത്ത് എക്സ്പ്രസ് ചെയ്തിരിക്കണം കറക്റ്റ് ആയിട്ട്. ആൻഡ് അറ്റ് ദ ഏർലിയസ്റ്റ് ദ ഡോക്ടർ ക്യാൻ come out and tell, ഇങ്ങനെയാണ്, whomever is the closest or whomever is like handling that situation, വിളിച്ച് പറയാം, ഞങ്ങൾ ചെയ്യാവുന്ന പരമാവധി ചെയ്തു, ഇതാണ് പറ്റിയത്, ഇതാണെന്ന് പറഞ്ഞാൽ വേറെ ആ ഒരു സിറ്റുവേഷൻ. ഇത് then mob violence you cannot, അത് വേറൊരു കാര്യമാണ്. മോബ് വയലൻസും നമുക്ക് മാനേജ് ചെയ്യാൻ. ഇതിൻ്റെ നേരെ തിരിച്ചും പറ്റും. അത് സാറ് വായിച്ചിട്ടുണ്ടാവും. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ബോംബെ അവിടെ എവിടെയാണ്. ഈ ഡോക്ടർ വരാൻ ലേറ്റായി. അപ്പം ഒരു ആക്സിഡൻ്റ് അങ്ങാണ്ട് പറ്റി ഒരു ബോയ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫർമേഷൻ പോകുന്നുണ്ട്, പുള്ളി അതെല്ലാം പറയും. അപ്പം ഇദ്ദേഹം വന്ന ലേറ്റായപ്പം ആൾക്കാരും ഫാമിലി എല്ലാം ബഹളം ഉണ്ടാക്കി. ബൈ ദ ടൈം ഹി കെയിം ഇൻ ആൻഡ് ഹി ഈസ് സച്ച് എ ലൈക്ക് റെസ്പെക്റ്റഡ് ഡോക്ടർ ഫിഗർ. അദ്ദേഹം വന്നപ്പോൾ എല്ലാവരും മിണ്ടായി. പുള്ളി പോയി ആ സർജറി നടത്തി, ഈ പയ്യൻ രക്ഷപ്പെട്ടു. ദെൻ പീപ്പിൾ, അത് പുള്ളി ഉടനെ പോവുകയും ചെയ്തു, നിന്നില്ല. ബൈ ദ ടൈം പീപ്പിൾ റിയലൈസ്ഡ് ഇദ്ദേഹത്തിൻ്റെ മോൻ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു. My goodness. And then imagine the presence of mind in which he came and saved this boy. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഒരു സിറ്റുവേഷൻ ലീഡർഷിപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ വേണം, ക്യാരക്ടർ. പിന്നെ രണ്ട്, കറേജ് ഓഫ് കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് പാർട്ടിസിപ്പേറ്ററി ആക്കാം, പക്ഷേ ഡിസിഷൻ ഷുഡ് എമിനേറ്റ് ഫ്രം ദ സിറ്റുവേഷണൽ ലീഡർ. ഏറ്റവും അവസാനം പറയുന്നൊരു കാര്യം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിഷന്, ഏതൊരു തീരുമാനത്തിനും അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും. ആ ഇപ്പം മരണമാകാം,
വിജനം എന്തോ ആകാം, ആ കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. പക്ഷെ അതിന്റെ ആ കറേജ് ഓഫ് കൺവിക്ഷനിലൂടെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റുവേഷന്റെ ബാക്കി പത്രം നമുക്ക് വളരെ കുറെ കൂടി ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഇൻപുട്ട് സർ.